നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മനുഷ്യന് ശരീര സൗന്ദര്യം, ആനന്ദപൂർണമായ കുടുംബജീവിതം, സംഗീത സാഹിത്യാദി കലകളിൽ നൈപുണ്യം മുതലായ സുഖാനുഭവങ്ങൾ നൽകുന്ന ശുക്രൻ 2024 ഡിസംബർ 28 മകരൻ രാശിയിൽ നിന്നും ശനിയുടെ മൂലത്രികോണ ക്ഷേത്രമായ കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ജനുവരി 27 വരെ ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യും. ഈ സമയത്ത് 12 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ശുക്രൻ ഗുണദോഷ ഫലങ്ങൾ നൽകുന്നു. കുംഭം ശുക്രൻ്റെ ബന്ധുക്ഷേത്രമായതുകൊണ്ട് ഗുണഫലങ്ങളാണ് കൂടുതലും നൽകുക. രാശിചക്രത്തിലെ 9 രാശിക്കാർക്കാണ് ശുക്രൻ ഗുണഫലങ്ങൾ കൂടുതലായി നൽകുന്നത്. ആ രാശിക്കാരെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. മേടത്തിൻ്റെ 2ഉം 7ഉം ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ മേടത്തിൻ്റെ സർവാഭീഷ്ടഭാവമായ 11ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 11ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ഏത് കാര്യങ്ങളിലും വിജയവും സമ്പത്തിൻ്റെ വർധനവും ഉണ്ടാക്കും. തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർക്ക് തൊഴിൽ തിരികെ ലഭിക്കും. തൊഴിൽ സ്ഥലത്ത് പദവികളും അംഗീകാരങ്ങളും ലഭിക്കും. വിവാഹം നടക്കാൻ തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കും. വളർന്ന മക്കളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഏത് കാര്യങ്ങൾക്കും ജ്യേഷ്ഠ സഹോദരൻ്റെ സഹായം ലഭിക്കും. ശുക്രൻ മേടൻ രാശിയുടെ 2ഉം 7ഉം ഭാവാധിപനായതുകൊണ്ട് കുടുംബസുഖവും വ്യവസായത്തിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹം അനുസരിച്ചുള്ള വിദ്യാഭ്യാസത്തിന് പോകാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം മെച്ചമാണ്. കലാകാരന്മാർക്ക് അവസരങ്ങൾ കൂടുതലായി ലഭിക്കും. പൊതുവെ സന്തോഷപ്രദമായ അനുഭവമായിരിക്കും ശുക്രൻ 1 മാസത്തേക്ക് മേടൻ രാശിക്കാർക്ക് നൽകുക. അടുത്തതായി മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മിഥുനത്തിൻ്റെ 12ഉം 5ഉം ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് മിഥുനത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തു കൂടിയാണ്. അച്ഛൻ, ഗുരുജനങ്ങൾ, ഭാഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അച്ഛൻ്റെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും ലഭിക്കും. പുണ്യപ്രവർത്തികൾ ചെയ്യും. ദാനധർമ്മങ്ങൾ ചെയ്യും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. വിദേശയാത്ര മുടങ്ങിയിരുന്നവർക്ക് തടസ്സം മാറി വിദേശത്ത് പോകാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾക്ക് വിദേശത്ത് പോകാൻ അനുമതി ലഭിക്കും. മനസ്സന്തോഷവും ബുദ്ധിവികാസവും ഉണ്ടാകുന്ന സമയമാണ്. 5ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ കൂട്ടും. പഠനത്തിൽ കുട്ടികൾ മുൻപന്തിയിലെത്തും. ഉദ്യോഗസ്ഥർക്കും ബിസിനസ്സുകാർക്കും എല്ലാം പൊതുവെ ധനവരവും ആർഭാട ജീവിതവും പ്രതീക്ഷിക്കാം. 12ാം ഭാവാധിപനായ ശുക്രൻ വരുമാനം കൂട്ടും, ചിലവ് കുറയ്ക്കും. പൊതുവെ സുഖവും സന്തോഷവും നൽകും. അടുത്തതായി കർക്കിടകൻ രാശി. പുണർദങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകൻ രാശി. കർക്കിടകൻ രാശിയുടെ 11ഉം 4ഉം ഭാവാധിപനാണ് ശുക്രൻ. നിലവിൽ സഞ്ചരിക്കുന്നത് കർക്കിടകത്തിൻ്റെ 8ാം ഭാവത്തിലൂടെയാണ്. 8ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ആരോഗ്യവും ധനവും പ്രഭുത്വവും നൽകുന്നു. ശത്രുക്കളുമായുള്ള വ്യവഹാരം പറഞ്ഞു ജയിക്കും. ഒരിക്കലും പണത്തിനു വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. അഡ്വക്കേറ്റ്സ്, അധ്യാപകർ, മീഡിയയിൽ വർക്ക് ചെയ്യുന്നവർ എന്നിവർക്ക് സമയം വളരെ മെച്ചമാണ്. അവർക്ക് ചെയ്യുന്ന പ്രവൃത്തികളിൽ വൻപിച്ച വിജയം ലഭിക്കും. പൊതുവെ ധനലാഭവും സുഖസമൃദ്ധിയും ദുഃഖശാന്തിയുമാണ് കർക്കിടകൻ രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലം. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി ലഭിക്കുമ്പോൾ അഷ്ടമശനി ദോഷത്തിന് ഏറെ ശാന്തി ലഭിക്കും. കൂടാതെ 11ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ ധനധാന്യ സമൃദ്ധിയും നൽകും. 4ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ കുടുംബസുഖവും നൽകും. അടുത്തതായി തുലാൻ രാശി. ചിത്തിരേര, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. തുലാൻ രാശിയുടെ ജന്മരാശിയധിപനും 8ാം ഭാവാധിപനുമാണ് ശുക്രൻ. ഇപ്പോൾ തുലാൻ രാശിയുടെ 5ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. മനസ്സ്, ബുദ്ധി, ജ്ഞാനം, സന്താനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് 5ാം ഭാവം. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പുഷ്ടിയുണ്ടാകും. കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പുരോഗമിക്കും. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനഭാഗ്യമുണ്ടാകും. ഉദ്യോഗസ്ഥർക്കും കലാകാരന്മാർക്കും സമയം മെച്ചമാണ്. കാവ്യാദി കലകൾ രചിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ സമയമാണ്. അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ കഴിയും. സമ്പത്തും ബന്ധുബലവും ഉണ്ടാകും. ഭക്ഷണസുഖം ലഭിക്കും.
രാഷ്ട്രീയക്കാർക്ക് മന്ത്രി പദവി വരെ ലഭിക്കാനുള്ള സമയമാണിപ്പോൾ. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പൊതുവെ സന്തോഷാനുഭവങ്ങളായിരിക്കും ലഭിക്കുക. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖങ്കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിയുടെ 12ഉം 7ഉം ഭാവാധിപനാണ് ശുക്രൻ. ഇപ്പോൾ സഞ്ചരിക്കുന്നത് വൃശ്ചികത്തിൻ്റെ 4ാം ഭാവത്തിലൂടെയാണ്. മാതാവ്, ബന്ധുവർഗങ്ങൾ, അമ്മാവൻ, മരുമക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവമാണ് 4ാം ഭാവം. മാതൃസ്നേഹം ലഭിക്കും. മാതാവിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കും. വാഹനം, വീട്, ഭൂമി എന്നിവ കയ്യിൽ വന്നു ചേരാനുള്ള സമയമാണ്. ഈ സമയത്ത് മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചാൽ നടക്കും. അവയിൽ നിന്ന് വരുമാനവും ലഭിക്കും. സ്ത്രീകളിൽ നിന്ന് ധനലാഭവും സ്നേഹവും ലഭിക്കുന്ന സമയമാണ്. 7ാം ഭാവാധിപനായ ശുക്രൻ വ്യവസായത്തിൽ നിന്ന് വരുമാനം വർദ്ധിപ്പിക്കും. കുടുംബസുഖം ലഭിക്കും. പൊതുവെ സുഖവും ധനസമൃദ്ധിയുമാണ് ഫലം. അടുത്തതായി ധനുരാശി. മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ധനുവിൻ്റെ 6ഉം 11ഉം ഭാവാധിപനാണ് ശുക്രൻ. ധനുരാശിയുടെ 3ാം ഭാവത്തിലാണ് ശുക്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ധൈര്യവും തൻ്റെ ഇടവും ഉന്മേഷവും ഉത്സാഹവും വർദ്ധിക്കുന്ന സമയമാണിപ്പോൾ. ഏത് നടക്കാതെ കിടന്ന കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർക്കാൻ കഴിയും. സംഗീതത്തിൽ വാസനയുള്ളവർക്ക് ഉയർന്നു വരാൻ പറ്റിയ സമയമാണ്. ഏത് കാര്യങ്ങളിലും സഹപ്രവർത്തകരുടെയും സഹോദരങ്ങളുടെയും സഹായം ലഭിക്കും. ആഭരണങ്ങളും വിശേഷ വസ്ത്രങ്ങളും സമ്മാനമായി ലഭിക്കാനുള്ള സമയമാണ്. 6ാം ഭാവാധിപനായ ശുക്രൻ ശത്രുനാശവും രോഗശമനവും നൽകും. 11ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന സമയമാണ്. പൊതുവെ കാര്യവിജയവും സന്തോഷവുമാണ് ഫലം. അടുത്തതായി മകരൻ രാശി. ഉത്തിരാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി. മകരത്തിൻ്റെ 5ഉം 10ഉം ഭാവാധിപനാണ് ശുക്രൻ. മകരൻ രാശിയുടെ 2ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 2ാം ഭാവം മകരത്തിൻ്റെ ധനസ്ഥാനവും വാക്സ്ഥാനവുമാണ്. മധുരമായ സംഭാഷണം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്ന സമയമാണ്. കവികൾക്കും ഗായകർക്കും ശ്രേഷ്ഠമായ സമയമാണ്. അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയും. അവസരങ്ങൾ കൂടും. ഈ സമയത്ത് സ്ത്രീകളുടെ ആദരവ് പിടിച്ചു പറ്റാൻ കഴിയും. 5ാം ഭാവാധിപനായ ശുക്രൻ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നൽകും. മനസ്സുഖമുണ്ടാക്കും. 10ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കും. വ്യാപാരത്തിൽ വിജയം വരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. മക്കളുടെ ജീവിത വിജയം കണ്ട് മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം. പൊതുവെ സന്തോഷവും സുഖാനുഭവങ്ങളും കീർത്തിയുമാണ് ഫലം. അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കുംഭൻ രാശിയുടെ ജന്മത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. കുംഭത്തിൻ്റെ 4ഉം 9ഉം ഭാവാധിപനാണ് ശുക്രൻ. ശരീരസുഖവും സൗന്ദര്യവും വർദ്ധിക്കുന്ന സമയമാണ്. ദാമ്പത്യ സുഖവും ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകും. കലാകാരന്മാർക്ക് വിജയത്തിൻ്റെ സമയമാണ്. ശത്രുക്കളുടെ നാശവും ധനവരവും പ്രതീക്ഷിക്കാം. പുതിയ വീട്, വാഹനം എന്നിവ കയ്യിൽ വന്നു ചേരാനുള്ള അവസരമാണ്. പിതൃസ്വത്ത് കയ്യിൽ വരും. 9ാം ഭാവാധിപൻ കൂടിയായ ശുക്രൻ ഗുരുക്കന്മാരുടെ അനുഗ്രഹം നൽകും. ഏത് കാര്യങ്ങൾക്കും ദൈവാധീനം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ ഫലങ്ങൾ ബാധകമാണ്. കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. ജന്മത്തിൽ നിൽക്കുന്ന ശനിയുടെ ദോഷങ്ങൾക്ക് കുറച്ച് ആശ്വാസം നൽകും. അടുത്തതായി മീനൻ രാശി. പൂരിരുട്ടാതിക്കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. മീനൻ രാശിയുടെ 3ഉം 8ഉം ഭാവാധിപനാണ് ശുക്രൻ. മീനൻ രാശിയുടെ 12ാം ഭാവത്തിലൂടെയാണ് ശുക്രൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. 12ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ശുക്രൻ ചിലവുകൾ കുറയ്ക്കുകയും വരവ് കൂട്ടുകയും ചെയ്യും. മൃഷ്ടാന്ന ഭോജന സുഖവും ശയനസുഖവും സമ്പൽ സമൃദ്ധിയും ലഭിക്കും. ആർഭാട ജീവിതം നയിക്കും. ദാമ്പത്യ സുഖവും കുടുംബസുഖവും ലഭിക്കും. ശത്രുദോഷം ഇല്ലാതാകും. ആരോഗ്യപുഷ്ടി ഉണ്ടാകും. സഹോദര സഹായം ലഭിക്കും. കർമ്മരംഗത്ത് പുഷ്ടിയും വരുമാനവും ഉണ്ടാകും. തൻ്റെ ഇടവും ആരോഗ്യവും ഉണ്ടാകും. വിദ്യാവിജയം ലഭിക്കും. രോഗികൾക്ക് രോഗശാന്തി ലഭിക്കും. ഏഴരശനിയുടെ പിടിയിൽ നിന്നും 1 മാസത്തേക്ക് മീനൻ രാശിക്കാർക്ക് മോചനം ലഭിക്കും.
ശുക്രൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള സഞ്ചാരത്തിൻ്റെ ഫലമായി മുകളിൽ പറഞ്ഞ 9 രാശിക്കാർക്കാണ് ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നത്. മറ്റുള്ള രാശിക്കാർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം മറ്റുള്ള ഗ്രഹങ്ങളുടെ ഫലം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ആയതിനാൽ നിങ്ങൾ ദിവസവും ദേവീ കീർത്തനങ്ങൾ ജപിക്കുകയും സൗകര്യം പോലെ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. ദോഷശമനമുണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.